നമ്മളെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമുക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളതിന് ഒരു ചരിത്രം കേട്ടപ്പോൾ ശരിക്ക് കണ്ണ് നിറഞ്ഞു പോയിട്ടോ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു താല പറയാണ്, മൂസ ഇനി നീ പേടിക്കണം മൂസ, കാരണം നിന്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, ഉമ്മാൻ്റെ പ്രാർത്ഥന ഇനി നിനക്ക് ഉണ്ടാവില്ല മൂസ. അപ്പോൾ നമ്മളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. രക്ഷിതാക്കളെ സ്നേഹിക്കുന്ന മക്കളോടല്ല ഞാൻ പറയുന്നത്, രക്ഷിതാക്കളെ മാറ്റി നിർത്തുന്ന മക്കളോട്. എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉന്നതിയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോൾ ഒക്കെ രക്ഷിതാക്കളെ മാറ്റി നിർത്തുന്ന, വൃദ്ധസദനങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി ആക്കുന്ന, അല്ലെങ്കിൽ ഉമ്മമാരോട് അമ്മമാരോട് നമ്മുടെ രക്ഷിതാക്കളോട് സ്നേഹം കാണിക്കാത്ത, അവരോട് സ്നേഹത്തിൽ സംസാരിക്കാത്ത മക്കളോടാട്ടോ പറയുന്നത്. നിങ്ങളെ രക്ഷിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അതിലും വലിയൊരു പ്രാർത്ഥന ലോകത്തിൽ വേറെ ഒന്നുമില്ല. എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കാൻ ഒറ്റ മാർഗ്ഗമാണ് നമ്മളെ രക്ഷിതാക്കളുടെ പ്രാർത്ഥന. അതെപ്പോഴും നമുക്ക് കിട്ടണം. നമ്മളിനി എന്തൊക്കെ തെറ്റ് ചെയ്താലും നമ്മളെ രക്ഷിതാക്കൾ പറയും, എൻ്റെ മക്കൾ, എൻ്റെ മോള്, എൻ്റെ മോന് എന്ന് പറയും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് നമ്മളെ രക്ഷിതാക്കൾ. അപ്പോൾ അവരുടെ ആയുസ് എത്രത്തോളം കാലമുണ്ടോ അത്രയും കാലവും പൊന്നുപോലെ നോക്കാൻ നമുക്കൊക്കെ സൗഭാഗ്യം ഉണ്ടാകട്ടെ. നമ്മളെയൊക്കെ രക്ഷിതാക്കൾക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ രോഗങ്ങളും, നമ്മളെ രക്ഷിതാക്കളുടെയൊക്കെ എല്ലാ രോഗങ്ങളും എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളെ രക്ഷിതാക്കളെ സ്നേഹിക്കാത്ത മക്കൾ എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെ ഓർക്കാത്തൊരു നിമിഷം പോലും അവരുണ്ടാവില്ല.